ചെറിയ പ്രായത്തിൽ പഠിക്കാൻ വളരെ മിടുക്കനായിട്ടുള്ള നായകൻ. അവൻ ആ പ്രായത്തിൽ തന്നെ അവൻ്റെ ചില സിറ്റുവേഷൻസ് കൊണ്ട് ഒരു കുറ്റകൃത്യം ചെയ്യേണ്ടി വരികയും അതിൻ്റെ പേരിൽ അവൻ ജുവനൈൽ ഹോമിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അവിടെ വെച്ച് അവൻ വളരുന്നതിനോടൊപ്പം അവൻ്റെ ക്രിമിനൽ മൈൻഡും വളരുകയാണ്. അവിടെ വെച്ച് നല്ല രീതിയിൽ അവൻ അറിവ് സമ്പാദിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ വായിച്ചൊക്കെ അറിവുകൾ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്. അങ്ങനെ വെളിയിൽ ഇറങ്ങുന്ന അവനെ അവൻ്റെ ബന്ധുക്കളൊന്നും സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അവൻ നാട് വിട്ടു പോവുകയാണ്. വേറെ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ അവൻ വേറൊരാളെ പരിചയപ്പെടുകയും അങ്ങനെ അയാളുടെ ഐഡൻറ്റിറ്റി മോഷ്ടിച്ച് ഇവൻ അയാളായിട്ട് മാറുകയും അതിനുശേഷം ഇവൻ പല കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നതും അങ്ങനൊരു സൈക്കോപാത്ത് മൂഡിൽ പോകുന്ന ഒരു കിടിലൻ ക്രൈം ത്രില്ലർ മൂവിയാണ് 2012 ഇറങ്ങിയ ഞാൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജീവ ശങ്കർ, അഭിനയിച്ചിരിക്കുന്നത് വിജയ് ആൻ്റണിയാണ്. വിജയ് ആൻ്റണിയുടെ ഒരു പീക്ക് ടൈമിലുണ്ടായിരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട് 2014 ഇറങ്ങിയ സലിം എന്ന് പറയുന്നത്. ഈ സിനിമയിലും സലിം എന്ന് പറയുന്ന പേരാണ് ഇവൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സൂപ്പർ മൂവിയാണ്. ഞാൻ ഓൾറെഡി കണ്ടതാണെങ്കിൽ രണ്ടാമതും കാണാൻ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു ഫാക്ടറി സിനിമയിലുണ്ട്. നല്ലൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഈ സിനിമ ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ്സാണ്. ഇങ്ങനത്തെ നായകനെന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് ക്യാരക്ടറല്ല, അതൊരു ഡാർക്ക് ഷെയ്ഡൊക്കെ കൊടുത്തൊരു നെഗറ്റീവ് ക്യാരക്ടറിനെയാണ് ശരിക്കും ഇതിൽ വിജയ് ആൻ്റണി പ്ലേ ചെയ്തിരിക്കുന്നത്. ഒരു സൂപ്പർ മൂവിയാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമയെ കൊണ്ടുവന്നിട്ട് ആരും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ നടന്മാർ ചെയ്യുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ്. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. നല്ലൊരു സിനിമയാണ്. മിക്കവരും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും സലിമായിരിക്കും മിക്കവരും കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഞാൻ എന്ന് പറയുന്ന സിനിമ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം.